നമസ്കാരം. സായി മഹിമയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രഹ്ലാദൻ്റെ ദൃഢവും അചഞ്ചലവുമായ ഭക്തിവിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രഹ്ലാദൻ്റെ ഭക്തിയിൽ പ്രീതനായിട്ട് സാക്ഷാൽ നാരായണൻ തൂണിൽ നിന്നും നരസിംഹമായി വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന കഥ. ആ കഥ ഒരു വീഡിയോ ആയിട്ട്, അതായത് നൃത്തരൂപത്തിൽ ഈ എപ്പിസോഡിൽ കാണാം. ഭരതനാട്യത്തിൽ ആ കഥ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അതിനു മുമ്പ് കുറച്ച് പ്രഭാഷണവും കേൾക്കാം അല്ലേ? പ്രഹ്ലാദനെ പോലെ അല്ലെങ്കിലും നമ്മളൊക്കെ ഭക്തരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ചിലരെ ദിവസവും അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലുന്നു, നാമം ചൊല്ലുന്നു, 5 നേരം നിസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ ഭക്തിയായിട്ടാണ് പറയാറ്. ചിലരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം സാധിക്കാനായിട്ട് നമുക്ക് ആ സമയത്തൊരു ഭക്തി കൂടുതൽ, അതിനു വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ ഓരോ മതവിഭാഗത്തിലും വേറെ ഓരോ സമ്പ്രദായങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക നമ്മൾ. അത് താൽക്കാലികമാണ്. ആ കാര്യസാധ്യം കഴിഞ്ഞാൽ ആ ഭക്തി അവസാനിക്കും. പിന്നെയുണ്ട് ഒരു ഭക്തി സീസണലായിട്ട്. ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലുണ്ട് നോമ്പ് കാലങ്ങൾ, വ്രതാനുഷ്ഠാന കാലം. ഇപ്പം മണ്ഡല വ്രതമുണ്ട്, റംസാൻ വ്രതമുണ്ട്, ഈസ്റ്ററിന് മുമ്പായിട്ടൊക്കെ 50 നോമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അതൊക്കെ അനുഷ്ഠിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഇതൊക്കെ കുറേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ കാണുന്നു, അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ് അധികവും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഭക്തി ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായ ഈശ്വര സമർപ്പണമാണ് ശരിക്കും ഭക്തി. ഈശ്വരനിൽ പൂർണ്ണമായി സമർപ്പിക്കുക, ശരണാഗതി. അങ്ങനെ ഈശ്വരനിൽ പൂർണ്ണമായും നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ മനസ്സിൽ ഒരു സമചിത്തതയോടെ നമുക്ക് കാണാൻ കഴിയും. മനസ്ഥൈര്യത്തോടുകൂടി, മനഃചാഞ്ചല്യമില്ലാതെ നമുക്കതിനെ നേരിടാൻ കഴിയും. അതായത് സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഏറ്റക്കുറച്ചിൽ, ഒരു കയറ്റത്തിന് ഇറക്കമുണ്ടാവുന്ന പോലെ ലൈഫിൽ ഇതിങ്ങനെ മാറി മാറി വരും. അപ്പം നമുക്കതിനെ ഒരേപോലെ നേരിടാൻ കഴിയും ഈശ്വര സമർപ്പണം ഉണ്ടെങ്കിൽ. ഈ ജീവിതയാനം ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അലകളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊരു കാറും കോളും വന്നു, കപ്പൽ ആടി ഉലയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ടെൻഷനായി. ഞാനൊക്കെ അങ്ങനെയാട്ടോ. ഞാൻ പൂർണ്ണമായ സമർപ്പിതനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അതായത് എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു ശരീരത്തെ കഷ്ടപ്പെടുത്തുന്ന രോഗം വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ വരുമ്പം മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, എന്താണ് മനസ്സേ, നീ എന്തിനെങ്ങനെ ബേജാറാവുന്നത്? നിനക്കറിഞ്ഞൂടെ എല്ലാം ഈശ്വരേച്ഛയാണെന്ന്, ഭഗവാന്റെ ഇച്ഛയാണ് ലൈഫിൽ നടക്കുന്നത് മുഴുവനും. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുപോലെ കാണാൻ കഴിയും. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മനസ്സിനെ. ഒരു പൂർണ്ണമായും സമർപ്പിതനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബൈ പ്രാക്ടീസ് കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ ആകുമായിരിക്കും. അപ്പോൾ പൂർണ്ണമായ ഈശ്വര സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഭക്തി. നമ്മൾ എന്ത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്താലും അതിലെത്രത്തോളം നമ്മൾ സമർപ്പിതനാണ് എന്നുള്ളതാണ് കാര്യം, നമ്മുടെ ഭക്തിയുടെ ഒരു അളവുകോല്. നമുക്ക് ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് ധാരാളം സന്തോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതൊക്കെ ക്ഷണികമാണ്. ഇപ്പോൾ നമുക്കൊരു വില കൂടിയൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അത് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും ചിലപ്പോൾ. പക്ഷേ എപ്പോഴും നമുക്കത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. അത് നമ്മളുടെ ഒരു മൂഡ് പോലെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഗിഫ്റ്റ് തന്ന ആളുമായിട്ട് വല്ല പ്രശ്നവും നമുക്കുണ്ടെങ്കിൽ പിന്നെ ആ ഗിഫ്റ്റ് കാണുമ്പോൾ സന്തോഷത്തിന് പകരം ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവുക. എന്തായാലും ഈ ഭൗതിക ലോകത്തിൽ നിന്നും കിട്ടുന്ന ഇത്തരം സന്തോഷങ്ങളെല്ലാം ക്ഷണികമാണ്. ഈശ്വരനിൽ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെ ക്ഷണികമായ ഒരു സന്തോഷമല്ല. അതാണ് ആനന്ദം, ബ്ലിസ്.
അതൊരു അവസ്ഥയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബൾബ് കത്തിക്കുന്നുണ്ടല്ലോ. ഈ സ്വിച്ച് ബോർഡിൽ ഫേസ് ഉണ്ട്, ന്യൂട്രലുണ്ട്, അതിനെ കണക്ട് ചെയ്യാനൊരു സ്വിച്ച് ഉണ്ട്. ഈ ഫേസ് എന്ന് പറയുന്നത് പരമമായ പ്രേമമാണ്, അതായത് ഈശ്വര പ്രേമം. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണത്. അതാണ് ഫേസ്. അതിലെപ്പോഴും കറണ്ട് ഉണ്ട്. ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ ജീവാത്മാവ്, നമ്മുടെ ആത്മാവാണ്. ഈ സ്വിച്ചാണ് സമർപ്പണം. ആ ഈശ്വരനിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഈ ഫേസിലുള്ള കറണ്ടും നമ്മളെ ന്യൂട്രലുമായിട്ട്, അതായത് ജീവാത്മാവിലായിട്ട് കണക്ഷൻ ഉണ്ടാവുകയും നമ്മളിലേക്ക് ആ പ്രേമം വരികയും ആനന്ദം എന്ന് പറയുന്ന ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഉള്ളിലുള്ള സഹജമായൊരു പ്രേമമുണ്ട്. അതിന് നമുക്ക് ഒരു ടോർച്ച് സെല്ലിലെ എനർജിയുമായിട്ട് കമ്പയർ ചെയ്യാം. ആ സെല്ലിലുള്ളത് സ്റ്റാറ്റിക് എനർജിയാണ്, നിശ്ചലാവസ്ഥയിലിരിക്കുക. അതൊരു ടോർച്ചിലിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ എനർജി യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ, പ്രകാശം പരത്തുന്നുള്ളൂ. നമ്മൾ ആ സെല്ല് ഉപയോഗിക്കുന്നില്ലെങ്കിലോ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അതിനൊരു കാലാവധി, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ കാലം കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നു. അതുപോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള പ്രേമവും. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിരർത്ഥകമാണ്. അപ്പോൾ നമ്മൾ സഹജീവികളോടുള്ള സ്നേഹമാകുന്ന ടോർച്ചിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ പ്രേമമാകുന്ന സെല്ല് ഇട്ട് പ്രപഞ്ചത്തിലേക്ക് പ്രകാശം പരത്തണം. അപ്പോഴേ നമ്മളുടെ ഉള്ളിലുള്ള പ്രേമം, ഈശ്വരൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് തന്ന ആ പ്രേമം സഫലമാകുന്നുള്ളൂ. നമ്മൾ കണ്ണാടിയിൽ നമ്മളുടെ ഇമേജ് കാണാറുണ്ടല്ലോ. ഈ കണ്ണാടി എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നതനുസരിച്ചാണ് ഈ ഇമേജ് കാണുന്നത്. നമ്മൾ ഫിസിക്സിൽ കോൺകേവ് മിറർ, കോൺവെക്സ് മിററൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കണ്ണാടികളുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ആലുവ ശിവരാത്രി മണപ്പുറത്ത് പല സ്റ്റാളുകളുള്ള ഇങ്ങനെ ചിരിപ്പിക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. 1 രൂപ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറിയാൽ നമുക്ക് പലതരത്തിലുള്ള കണ്ണാടികളുടെ നമ്മുടെ രൂപം കാണാം. പലതും ഇങ്ങനെ ഫണ്ണി ആയിട്ടിരിക്കും. നമ്മൾ തടിച്ചു വീർത്ത് അല്ലെങ്കിൽ നീണ്ട് മെലിഞ്ഞ് വളഞ്ഞു പൊളഞ്ഞൊക്കെ കാണാം. അപ്പോൾ ആ കണ്ണാടി എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നനുസരിച്ചാണത്. പിന്നെ മറ്റൊന്ന് അതിൻ്റെ ക്ലാരിറ്റിയാണ്. കണ്ണാടിയിൽ പൊടി പിടിച്ചൊക്കെ ഇരുന്നാൽ ഇമേജ് വ്യക്തമാവില്ല. അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ള മെർക്കുറിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. ഈശ്വരൻ ഒരു പ്രകാശവും. ഈ പ്രകാശം നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ തട്ടിയിട്ട് ഒരു ഇമേജ് ഉണ്ടാകും. ഈ മനസ്സെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു സാങ്കല്പികമായിട്ടുള്ള ഒന്നാണ്. അതിപ്പോൾ ചിലർ പറയില്ല എൻ്റെ മനസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കാണിക്കും. ഈ മനസ്സ് ഇവിടെയാണോ അല്ലെങ്കിൽ തലച്ചോറിലാണോ, അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല അതിനെ. അപ്പോൾ ഈ മനസ്സാകുന്ന കണ്ണാടിയിൽ ഈശ്വരനാകുന്ന പ്രകാശം തട്ടി ഇമേജ് ഉണ്ടാകുമ്പോൾ കണ്ണാടിയുടെ പ്ലെയിൻ എങ്ങനെയാണോ അല്ലെങ്കിൽ അത് അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണോ അതനുസരിച്ചാണ് ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ആ പ്ലെയിൻ നന്നായിട്ടിരിക്കണം. വക്രമായിട്ടിരുന്നാൽ ഇമേജും അതുപോലെയൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ക്ലാരിറ്റി നിർണ്ണയിക്കുന്നത് ഈ സഹജീവികളോടുള്ള സ്നേഹം, നമ്മുടെ സഹാനുഭൂതി, ദയ, അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസാണ് ഈ മിററിൻ്റെ ക്ലാരിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു കണ്ണാടിയിൽ ഈ ഈശ്വരൻ ആകുന്ന പ്രകാശം തട്ടി ഇമേജ് ഉണ്ടാകുമ്പോൾ അത് കൃത്യവും വ്യക്തവും ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണാടി നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതിന് ആത്മാവുമായിട്ട് ബന്ധമില്ല. നമ്മൾ ആണ് ഈ മനസ്സെന്ന് പറയുന്ന കണ്ണാടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മനസ്സാകുന്ന കണ്ണാടി എപ്പോഴും നല്ലതായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഇമേജ് നല്ലതായിരിക്കും. ആ പുറത്തു വരുന്ന ഇമേജാണ് നമ്മളുടെ പെരുമാറ്റം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം ഈ പെരുമാറ്റമാണ്. അപ്പോൾ ഈ കണ്ണാടി അങ്ങനെ നമ്മൾ നന്നായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മൾ മായ അധീനരാണ്. ഈ മായയിലാണ്, അത് ഈശ്വരൻ്റെയാണ് ഈ മായ എന്ന് പറയുന്നത്. ആ മായയിൽ ജീവിക്കുന്നവരാ. മായയ്ക്ക് അതീതരല്ല, അധീനരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സമർപ്പണമൊക്കെ ഇടയ്ക്ക് പോവും. നമ്മൾ ഈ മായയിൽപ്പെട്ട് ഒഴുകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. ഈശ്വരൻ നോക്കുന്നത് നമ്മളുടെ എഫർട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പിന്നിലുള്ള എഫർട്ടാണ് നോക്കുക, റിസൾട്ടല്ല. റിസൾട്ട് അദ്ദേഹം തന്നെ തരും. അപ്പോൾ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക.
അപ്പോൾ അത് സഫലമായി തീരും. ഇനി നമുക്ക് ആ വീഡിയോ കാണാം. ശ്രീനിവാസ തിരുവെങ്കട ഉടയ എന്ന ഹംസാനന്ദി രാഗത്തിലും ആദിതാളത്തിലുമുള്ള കീർത്തനത്തിലെ ദീനശരണ്യനും പേർ കൊണ്ടായി ദീനനെനൈപ്പോൽ വേറെവർ കണ്ടായി, ആ വരിയാണ് നമ്മളിവിടെ ഈ അഭിനയത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഡാൻസിൽ സഞ്ചാരി എന്നാണ് ഇതിൽ പറയുക. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വരി പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിലെ ഒരു വാക്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സഞ്ചാരി ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റേജിൽ ആ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു തോന്നൽ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേറൊരു സ്റ്റേജിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കില്ല ചെയ്യുക. അതായത് നമ്മളിങ്ങനെ പൂർണ്ണമായിട്ടും തയ്യാറായിട്ട് ഒരേ സാധനം ഇങ്ങനെ ചെയ്യുമല്ല എല്ലാ സ്റ്റേജിലും. നമ്മളുടെ ഒരു ഐഡിയ ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ചെയ്യും. ചിലപ്പോൾ ഹിരണ്യകശിപുവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും, പ്രഹ്ലാദനെ കാണിക്കാതെ നരസിംഹവും ഹിരണ്യകശിപുവും മാത്രം. ചിലപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിക്കും, അത് സമയം പോലെയൊക്കെ ഇരിക്കും. ഈ ഹിരണ്യകശിപു പലതരത്തിലാണ് വരങ്ങൾ വാങ്ങിയിരുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടികളാലും തനിക്ക് മരണം സംഭവിക്കരുത്, പഞ്ചഭൂതങ്ങളാൽ തനിക്ക് അപകടമൊന്നും ഉണ്ടാവരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ വധിക്കരുത്, രാത്രിയോ പകലോ തന്നെ വധിക്കരുത്, വീടിനകത്ത് വച്ചോ പുറത്ത് വച്ചോ മരണം സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ നിരവധി വരങ്ങളാണ് ഹിരണ്യകശിപു നേടിയിരുന്നത്. ഇത്തരം വരബലങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കലിയുഗത്തിൽ ഹിരണ്യകശിപുവിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം. എന്തായാലും ഹിരണ്യകശിപു ഈ വരങ്ങളൊക്കെ വാങ്ങിയെങ്കിലും ഈശ്വരൻ അതിനെല്ലാം അതീതനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് നരസിംഹമായിട്ട്, ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടിയല്ല, നരനും ഹരിയുമായിട്ട്, മനുഷ്യനും സിംഹവുമായിട്ടുള്ള രൂപത്തിലാണ് വന്നത്. ഈ ഭരതനാട്യത്തിലെ ഈ നരസിംഹാവതാരം കഥ കാണിക്കുന്നത് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആ ഡാൻസിൽ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറയാം. 3 ലോകങ്ങളെയും ജയിച്ച ഹിരണ്യകശിപു തൻ്റെ നാമം ജപിക്കാൻ എല്ലാവരോടും പറയുന്നു. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും തൻ്റെ നാമം ജപിക്കുന്നു, അങ്ങനെ അതിൽ ആനന്ദിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നാരായണനാമം കേൾക്കുന്നു, അതും കൊട്ടാരത്തിൽ നിന്ന്. ആരാണെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ തൻ്റെ മകനാണ്. അപ്പോൾ പ്രഹ്ലാദനെ അടുത്ത് വിളിച്ച് മടിയിലിരുത്തി പറയും, തൻ്റെ നാമം നാരായണനാമം ജപിക്കരുത്, ഹിരണ്യായ നാമാന്ന് ജപിക്കാൻ പറയുന്നു. പ്രഹ്ലാദൻ നാരായണനാമം ജപിക്കുന്നത് കേട്ട് പ്രഹ്ലാദനെ മടിയിൽ നിന്ന് വലിച്ചെറിയുന്നു. എന്നിട്ട് പറയും, നീയൊരു നരുന്ത് പയ്യൻ, ലോകം മുഴുവനും ഹിരണ്യായ നമാന്ന് ജപിക്കുമ്പോൾ നീ മാത്രം നാരായണനാമം ജപിക്കുന്നോ എന്ന് പറയും. അപ്പം എൻ്റെ നാമം ജപിക്കേ എന്ന് പറയുന്നു. എന്നാൽ പ്രഹ്ലാദൻ, പിന്നെ കാണിക്കുന്ന ആ പ്രഹ്ലാദൻ എന്നുള്ള കഥാപാത്രത്തിനെയാണ്. പ്രഹ്ലാദൻ അങ്ങനെ നാരായണനാമത്തിൽ ലയിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. അപ്പം ഹിരണ്യകശിപു ഇങ്ങനെ വന്ന് കാലുകൊണ്ട് തട്ടുന്നു, അങ്ങനെ വീഴുകയാണ് പ്രഹ്ലാദൻ. എന്നിട്ട് പറയും, അരുത്, നാരായണനാണ് ഈ ലോകത്തിന് എല്ലാം അടിസ്ഥാനം. എന്നിട്ട് ഹിരണ്യകശിപുവിൻ്റെ കാല് പിടിച്ച് പറയുകയാണ്, അച്ഛാ അവിടുന്ന് ഈ നാമം ജപിക്കൂ, നാരായണനാമം ജപിക്കൂ എന്ന്. അപ്പം ഹിരണ്യകശിപുവിന് ഇവനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കും. എന്നിട്ട് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, എവിടെ നിൻ്റെ നാരായണൻ? അപ്പോൾ പ്രഹ്ലാദൻ പറയും, തൂണിലും തുരുമ്പിലും എല്ലായിടത്തും നാരായണനുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് ഒരു തൂണ് ചൂണ്ടിക്കാണിക്കും കൊട്ടാരത്തിൽ. ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറയും. ഹിരണ്യകശിപു ആ തൂണ് തകർക്കുകയും അതിൽ നിന്നും നാരായണൻ നരസിംഹരൂപിയായിട്ട് വന്ന് ഹിരണ്യകശിപുവിനെ എടുത്ത് തൻ്റെ മടിയിലിട്ട് നഖങ്ങൾ കൊണ്ട് മാറ് പിളർന്ന് വധിക്കുകയും ചെയ്യും. അങ്ങനെ കോപാകുലനായിട്ട് നിൽക്കുന്ന നരസിംഹത്തിനെ പ്രീതിപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല. അപ്പം പ്രഹ്ലാദ സ്തുതിയിലാണ് നരസിംഹം ശാന്തനായി വരുന്നത്. അങ്ങനെ ശാന്തനായ നരസിംഹം പ്രഹ്ലാദനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അനുഗ്രഹിച്ച് ആ ഹിരണ്യകശിപുവിൻ്റെ ശിരസിൽ നിന്നുണ്ടായിരുന്ന കിരീടം പ്രഹ്ലാദനെ തലയിൽ വച്ച് പ്രഹ്ലാദനെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഇതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഈ വീഡിയോ നമുക്ക് കാണാം.
നരസിംഹാവതാരം കഥ ഭരതനാട്യ രൂപത്തിൽ കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. എല്ലാ ലോകങ്ങളിലെയും സകല ചരാചരങ്ങളും സുഖമായും സന്തോഷമായും ആരോഗ്യമായിട്ടും ഇരിക്കട്ടെ. ഇനി അടുത്ത വീഡിയോയുമായി എത്തുന്നതിന് മുമ്പ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം.